എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ബിന്ദു സ്റ്റഡീസ് ഫാമിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വിഷുവിന് നമ്മുടെ ചെറിയ പച്ചക്കറിത്തോട്ടത്തിൽ കുറച്ച് ഇതൊക്കെ നമുക്ക് വിളവെടുക്കാറുണ്ട്. വിഷു എന്ന് പറയുന്നത് ഒരു വിളവെടുപ്പിൻ്റെയും കൂടെ ഉത്സവമാണല്ലോ. അപ്പോൾ നമ്മൾ നട്ട് നനച്ചുണ്ടാക്കിയ സാധനങ്ങൾ നമ്മൾ ഭഗവാന്റെ മുമ്പിൽ കണി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് വിളവെടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്കിത് തക്കാളിക്കാണ് പറിക്കാം. തക്കാളിയേ ഉള്ളൂ കൂടുതലായിട്ട്. ഇതുണ്ടോ, നമ്മുടെ തക്കാളി രണ്ട് തരത്തിലുള്ളതുണ്ട്. ഇതേ നമ്മുടെ എന്താ പറയണ മറ്റേ സലാഡ് തക്കാളി ഇല്ലേ, ഇത് കണ്ടോ, സലാഡ് തക്കാളി ഇല്ലേ, ഇതേ ഒരു കൊലയൊക്കെ ഉണ്ട്, 3 എണ്ണം വീതം 4 എണ്ണം വീതമൊക്കെ ഉണ്ട്. ഇത് മറ്റേ തക്കാളിയായിട്ടുള്ള വ്യത്യാസം അതാണ്. ഇത് നമ്മൾ വലിയ പാടുപെട്ട് ഇട്ടിരിക്കുമായിരുന്നു. കുരങ്ങ് വന്നിരുന്നെങ്കിൽ ഇത് മൊത്തം കൊണ്ടുപോയേന്. പഴുത്ത തക്കാളിക്കൊന്നും അവർ വിട്ടുകളയത്തില്ല. ഇത് കണ്ടോ, നമ്മുടെ മത്തം കയറി വരുന്നേ പൂ മൊട്ടിട്ട് വരുവാ. വേണ്ട, പെൺപൂവൊന്നും ആയിട്ടില്ല, ആൺപൂ മാത്രമേ ആയിട്ടുള്ളൂ. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ വിയറ്റ്നാം മേഖലയിൽ ഇതേ ഒരു കുഞ്ഞി ചക്ക കണ്ടോ, ഒരു കുഞ്ഞു ചക്ക ഉണ്ടായി വരുന്നു കണ്ടോ. ഇത് എവിടെയുണ്ട് തക്കാളിക്ക് പറഞ്ഞു വന്നാൽ ശരിക്കും പറഞ്ഞാൽ തക്കാളിക്കേ ഉള്ളൂ പറിക്കാൻ. ഇതെല്ലാം തക്കാളിക്കേ ഉള്ളത്. ഇതുണ്ടോ, ഇത് നാടൻ തക്കാളിയാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. ഇത് മറ്റേ സലാഡ് തക്കാളി. ഇത് കണ്ടോ, ഇതിന് ഭയങ്കര പുളിയാണ്. പുളിയ സൈസും ചെറുതാണ് ഇതിൻ്റെ. ഇപ്പോൾ ഇത് മറ്റവന. അത് കാണുമ്പോൾ അറിയാം നമുക്ക്. തിന്നാനും വെറുതെ നമ്മൾ കടിച്ച് തിന്നാൽ മതി, നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇതുണ്ടല്ലോ, ഒരു 2 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് രസമൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് പുളി ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുണ്ട്, ഇതെല്ലാം പഴുത്ത് കിടക്കും. ഞാനിത് പറിക്കാതിട്ടൊക്കെ വരുന്നു. നമുക്ക് ഭഗവാന്റെ മുമ്പിൽ കണി വയ്ക്കാൻ വെച്ച് ഇടാലോ എന്ന് വിചാരിച്ചു. കുറച്ചേ ഉള്ളെങ്കിലും വിഷമില്ലാത്ത പച്ചക്കറി, നമുക്കിത് കഴുകാതെ പോലും നമുക്ക് തിന്നാം. ഇതിനകത്ത് ഒരു ആർട്ടിഫിഷ്യൽ വളങ്ങളോ നമ്മളോ ഒന്നും ചേർക്കാറില്ല. കണ്ടിട്ടുണ്ടല്ലോ, ചാണകം കലക്കി അതാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇവിടെ തക്കാളിക്കുണ്ട് നാടൻ. ഇത് കണ്ടോ, നാടൻ തക്കാളി കണ്ടോ, ഇങ്ങനത്തെയാണ് നാടൻ തക്കാളി. ഇത് ഒരു ഗ്രോ ബാഗിനകത്ത് 2 തരം തക്കാളി ചെടിയാണ്. താഴെ നമ്മുടെ ടെറസിലെ പൂച്ചക്കുഞ്ഞുങ്ങൾ 3 കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ വീഡിയോ പറഞ്ഞിരുന്നു. കണ്ടോ, പാല് കൊണ്ട് വെച്ച് കൊടുത്തിട്ട് പാല് കുടിക്കും അവർ. ഈ ചെടിയുടെ മുകളിൽ കയറിയാണ് അവരുടെ ഭരതനാട്യം മൊത്തം എല്ലാം നശിപ്പിക്കുന്നത്. ഈ പൂക്കൾ കണ്ടോ, ഈ പൂക്കൾ മൊത്തം അവർ കളിച്ച് ഒടിച്ചിട്ടാണ്. ഇത് കണ്ടോ, ഇത് നോക്കിക്ക്, ഈ പൂക്കളെല്ലാം അവർ ഒടിച്ചിട്ടതാണ് അവർ. ഇനി അതായി കളിക്കാൻ ചെല്ലുക. തക്കാളിക്കാം തിന്നാളോ അല്ലത് നിങ്ങൾക്ക് മറിക്കേ അവരുടെ പണിയായത്. ഇത് നിർത്തിക്കാറില്ല, നമുക്ക് പണി വയ്ക്കുമ്പോൾ ഇടാം. ഇത് നമ്മൾ ഭഗവാന് മാലയിട്ട് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതായിരുന്നു. അത് തന്നെ കിളുത്തിട്ട് തന്നെ ഉണ്ടായ ചെടിയാണ്. പിന്നെ ഇത് നമുക്കിവിടെ ഉരുളക്കിഴങ്ങുണ്ട്. നമുക്ക് ഉരുളക്കിഴങ്ങ് വയ്ക്കാം. ഇതാണ് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ചെടി കണ്ടോ. അത് ഉണങ്ങി പോകാൻ തുടങ്ങി കണ്ടോ. ഇതാണ് അതിൻ്റെ ചൂട്. ഇതാണ് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ചൂട്. ഇത് കണ്ടോ ഉരുളക്കിഴങ്ങ് കിടക്കും. നോക്കിക്കേ, മണി പോലെ കിടക്കും. നോക്ക്, ഇത്രയും ചുവട്ടിൽ ഇത്രയും ഉണ്ടായിരുന്നുള്ളല്ലോ. നോക്കിക്കോണേ, ഇതേ വെള്ളം കയറി ചീഞ്ഞു പോയി കണ്ടോ. കണ്ടോ,
അവിടെ ഇവിടെയൊക്കെ ഒരു ബന്ധമില്ലാതെ ഉരുളക്കിഴങ്ങ് കിടക്കുന്നു. ഇത്രയൊക്കെ ഉള്ളു. ഓടിവാ എന്നാ നമ്മുടെ ചീര നമുക്ക് വിളവെടുക്കാനും മാത്രം വലിപ്പത്തിലായിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ചീര. പക്ഷേ ഇത് നട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് വിളവെടുക്കാറായിട്ടില്ല. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതും കൂടെ വിളവെടുത്തേനെ. ഇപ്പോൾ നമുക്ക് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതുണ്ടോ, നമ്മുടെ മുരിങ്ങ കുരങ്ങ് വന്ന് ഒടിച്ചിട്ട് പോയായിരുന്നല്ലോ, കണ്ടോ? അത് ഞാൻ കാണിച്ചായിരുന്നല്ലോ നമ്മുടെ വീഡിയോയ്ക്കകത്ത്. അവിടെ നിന്ന് എല്ലാം പൊട്ടിക്കിളുത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് വീണ്ടും, കേട്ടോ. ഇവിടെ നിന്നെല്ലാം പൊട്ടിക്കെടുത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിഷുവിലേക്ക് വേണ്ടിയിട്ട് ഏതായാലും 2 മുരിങ്ങയൊക്കെ അവർ വിട്ടിട്ട് പോയിട്ടുണ്ട്. അതും കൂടെ നമുക്ക് വിളവെടുക്കാം. അപ്പോൾ നമുക്ക് കണി വയ്ക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ മുമ്പിൽ വയ്ക്കാം. നമുക്ക് 2 മുരിങ്ങയൊക്കെ, 2 മുരിങ്ങയൊക്കെ മതി. അപ്പോൾ മത്തങ്ങ, മുരിങ്ങയ്ക്ക, തക്കാളി, ഉരുളക്കിഴങ്ങ്, നമുക്ക് ഇത്രയും സാധനങ്ങൾ നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഒരു മത്തങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് വിളവെടുക്കാം. അതാണ് ഇനി നമ്മുടെ മെയിൻ വിഷുക്കടിക്കുള്ളത്. ഭഗവാന്റെ കൃപ കൊണ്ട് അത് കുരങ്ങ് കൊണ്ടുപോകാതിട്ടിട്ടില്ല. പറഞ്ഞായിരുന്നു, അഥവാ കുരങ്ങ് കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് വിഷുവിന് കണി വയ്ക്കാം. ഇതാ നമ്മുടെ മത്തങ്ങ നമ്മൾ വിളവെടുക്കാൻ പോവാണ്. ഉണ്ടോ, ഒരെണ്ണയുണ്ടാവുള്ളൂ ഈ പ്രാവശ്യം. എന്നാലും വിഷുക്കണി വയ്ക്കാൻ നമുക്ക് നമ്മുടെ തോട്ടത്തിൽ നിന്നൊരു മത്തങ്ങ കിട്ടിയപ്പോൾ എന്തൊരു സന്തോഷം. മത്തങ്ങയുണ്ട്, തക്കാളിയുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്. പിന്നെ ഇപ്പോൾ ചീരയൊന്നും പറിക്കാറായിട്ടില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ്. പിന്നെ നമുക്ക് അരളിപ്പൂവുണ്ട് പറിക്കാനാണ്. നമുക്ക് വിളക്കത്ത് വയ്ക്കാൻ തുളസിയുണ്ട്, അരളിപ്പൂവുണ്ട്. രണ്ടും നമുക്ക് നമ്മുടെ ഇവിടെ തന്നെ ടെറസിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ.